നമസ്കാരം. T20 ലോകകപ്പിലെ ഡു ഓർ ഡൈ സൂപ്പർ 8 പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഇന്ത്യയും സിംബാബ്വേയും തമ്മിലുള്ള മത്സരം ആദ്യം മുതൽ തന്നെ വലിയ രീതിയിലായിരുന്നു തുടക്കം കുറിച്ചത് എന്ന് പറയാം. സൂപ്പർ 8 പോരിൽ സിംബാബ്വേക്ക് 257 റൺസിന്റെ വലിയ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു നിലവിൽ ചാമ്പ്യന്മാരായിരുന്ന ഇന്ത്യ നൽകിയത്. അതെങ്ങനെ അവർ മറികടക്കും എന്നത് നമ്മുടെ ബൗളർമാരുടെ ശക്തി പോലെ ഇരിക്കും എന്ന് നമുക്കറിയാമായിരുന്നെങ്കിലും അനായാസേന തന്നെ നമ്മൾ അതിനെ തന്നെ മറികടക്കുകയും ചെയ്തു. ജയമെന്ന് പറയുന്നത് വലിയൊരു മാർജിനിലപ്പുറമായിരുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യൻ ബൗളേഴ്സിനെ സംബന്ധിച്ചും വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. ടോസിന് ശേഷം ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യ വെറും 4 വിക്കറ്റിനാണ് 256 റൺസ് എന്ന പടുകൂറ്റൻ ടോട്ടൽ അടിച്ചെടുത്തത്. ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടലാണിത് എന്നത് മാത്രമല്ല, T20 ലോകകപ്പിന്റെ തന്നെ ഓൾ ടൈം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം ടോട്ടലായും അത് അനായാസേന മാറുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്തവരെല്ലാം മികച്ച ഇന്നിംഗ്സുകൾ കാഴ്ചവെക്കുന്നവരാണെന്ന് ശ്രദ്ധേയമായ കാര്യമാണ്. ഓപ്പണിംഗിലേക്ക് വീണ്ടും വെളിയെത്തിയ സഞ്ജു സാംസൺ മോശമാക്കിയില്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ് നമ്മൾ മലയാളികൾക്ക് എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാനാകുന്നു. 15 ബോളിൽ 2 സിക്സും 1 4ഉം അടക്കം 24 റൺസാണ് സഞ്ജു നേടിയത്. അതത്ര മോശമൊന്നുമല്ലാത്ത ഒരു റൺ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അങ്ങേയറ്റം അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. 24 റണ്ണ് എന്ന് പറയുന്നത്, അതും 2 സിക്സറുകൾ അതിൽ നിന്ന് പിറന്നു എന്ന് പറയുന്നത് അഭിമാനമായ ഒരു നല്ല റൺ തന്നെയാണ്. ഓപ്പണിംഗ് വിക്കറ്റിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗ് വിക്കറ്റിൽ 42 റൺസും സഞ്ജു കൂട്ടിച്ചേർത്തിരുന്നു. അദ്ദേഹം പുറത്തായി ഡഗ്ഔട്ടിൽ തിരിച്ചെത്തിയ ശേഷം കോച്ച് ഗൗതം ഗംഭീറിന്റെ പ്രതികരണത്തിൽ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. പേസർ ബ്ലെസിംഗ് മുസറബാൻ എറിഞ്ഞ 4ാം ഓവറിലെ 4ാമത്തെ ബോളിലാണ് സഞ്ജു ഔട്ടായത്. 106 കിലോമീറ്റർ മാത്രം വേഗതയുള്ള സ്ലോ ബോളാണ് അദ്ദേഹം എറിഞ്ഞത്. ബാക്ക് ഫുട്ടിലേക്ക് വന്ന ശേഷം സഞ്ജു പുൾ ഷോട്ടിന് ശ്രമിക്കുമ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ കണക്കുകൂട്ടലെല്ലാം തെറ്റി അവിടെ കണക്റ്റ് ആവാതെ പോവുകയായിരുന്നു. ഡീപ് മിഡ് വിക്കറ്റിൽ റയാനാണ് ക്യാച്ച് എടുത്തത്. സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ കോച്ച് ഗൗതം ഗംഭീർ അടക്കം ഡഗ്ഔട്ടിലെ എല്ലാവരും സന്തുഷ്ടരായാണ് കണ്ടപ്പെട്ടത്. കാരണം ഈ ലോകകപ്പിൽ ഓപ്പണിംഗ് വിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടോട്ടലാണ് ഈ കളിയിലെടുത്ത ഈ 48 റൺസ് എന്നത് മാത്രമല്ല, സഞ്ജുവിന്റെ അഗ്രസീവ് സമീപനം മോശം ഫോമിലുള്ള ഓപ്പണിംഗ് പങ്കാളി അഭിഷേക് ശർമ്മയെ ക്രീസിൽ നിലയുറപ്പിക്കാനും അദ്ദേഹത്തിന് കുറച്ച് സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുകയും ചെയ്തു. അതുകൊണ്ട് പതിയെ നിന്ന് അടിക്കാൻ അഭിഷേകിനാവുകയും അഭിഷേക് കണ്ടെത്തിയ സ്കോർ നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന ഒന്നായി മാറുകയും ചെയ്തു. ഔട്ടായി അല്പസമയത്തിനു ശേഷം ഡഗ്ഔട്ടിൽ വെച്ച് സഞ്ജുവുമായി ഗംഭീർ സംസാരിക്കുന്ന വീഡിയോ വൈറലാണ്. സഞ്ജു ഡഗ്ഔട്ടിൽ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പുറകിലേക്ക് നടക്കവേ ഗംഭീറിനെയും ബാറ്റിംഗ് കോച്ച് സിതാൻഷു കോട്ടകിനെയും കണ്ടു. അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിനെ കോട്ടക് അഭിനന്ദിക്കുകയും കാണപ്പെടുന്നതും ഗംഭീർ പലതും പറയുന്നതുമുള്ള ദൃശ്യങ്ങളാണ്. വിക്കറ്റ് കൈവിടേണ്ടി വന്ന സഞ്ജുവിന്റെ ഷോട്ടിനെ പറ്റി തന്നെ ആയിരിക്കണം അദ്ദേഹം സംസാരിച്ചതെന്ന് ഊഹിക്കേണ്ടതായി വരും. കൈകൊണ്ട് ചില ആംഗ്യങ്ങളും ഗംഭീർ കാണിക്കുന്നുണ്ട്. മലയാളി താരത്തിന്റെ ആ ഷോട്ട് സെലക്ഷനിൽ കോച്ചിന് അതൃപ്തിയുള്ളതുപോലെയാണ് മുഖഭാവത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അല്ലെങ്കിലും ഗംഭീരന്റെ മുഖഭാവം വെച്ച് നമുക്ക് അദ്ദേഹം എന്ത് മൂഡിലാണ് എന്നും എന്ത് കാര്യമാണ് സംസാരിക്കുന്നതെന്നും ഒരിക്കലും പറയാനാകില്ല. അദ്ദേഹം ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴും അഗ്രസീവാണ്, കോച്ചായി നിൽക്കുമ്പോഴും അഗ്രസീവാണ്, ഡഗ്ഔട്ടിൽ നിൽക്കുമ്പോഴും അഗ്രസീവാണ്, എവിടെയായാലും അഗ്രസീവ് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം സന്തുഷ്ടനായിട്ടാണോ സഞ്ജുവിനോട് സംസാരിച്ചതെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ മുഖഭാവത്തിൽ കുറച്ച് ദേഷ്യമുണ്ടായിരുന്നു. T20 ലോകകപ്പിൽ ഇത്തവണത്തെ സെമി ഫൈനലിസ്റ്റുകളെ കുറിച്ചുള്ള ചിത്രം തെളിഞ്ഞുകൊണ്ടിരിക്കവേ തന്നെ വമ്പൻ പ്രസ്ഥാനവുമായി മുൻ ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കറും ടൂർണമെന്റിലെ കിരീട ഫേവറേറ്റുകളായ ഒരുപാട് കാര്യങ്ങളുമൊക്കെ അദ്ദേഹം പ്രവചിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു.